കഥയെ ആരംഭിക്കുന്നത് US പ്രസിഡന്റിന്റെ മകളായ എലീസ് കസാക്കിസ്ഥാനിൽ ഒരു ചാരിറ്റി ഇവന്റിന്റെ ഭാഗമായി എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എലീസ് സഞ്ചരിച്ച വാഹനവ്യൂഹം പക്ഷെ ഒരു ഘട്ടത്തിൽ മുമ്പിലൊരു വാഹനത്താൽ ബ്ലോക്കാക്കപ്പെട്ടു. എന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ടതും വാഹനവ്യൂഹത്തിലെ മുൻനിരയിലെ ഒരു ഗാർഡ് പുറത്തിറങ്ങി എന്താ കാര്യമെന്ന് ചെക്ക് ചെയ്തു. തന്റെ കാർ കംപ്ലൈന്റ് ആയി കിടക്കുകയാണ് എന്നായിരുന്നു ബ്ലോക്കായി കിടന്ന കാറിന്റെ ഓണർ പറഞ്ഞത്. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. തൊട്ടു പിന്നാലെ മലമുകളിൽ നിന്നും മറ്റുമായി ഒരു സംഘം റിബൽസ് അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. അവിടെ നടന്ന ഷൂട്ടൌട്ടിനിടയിൽ എലീസ് തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി അടുത്ത കാടിനകത്തേക്ക് ഓടുകയാണ്. ഓടിയോടി അവൾ എത്തിപ്പെട്ടതാകട്ടെ റിബൽ ഗ്രൂപ്പിന്റെ ലീഡറായ ഉൾറിക്കയുടെ മുമ്പിലേക്കായിരുന്നു. വൈകാതെ എലീസ് ബന്ദിയാക്കപ്പെട്ട വിവരം അമേരിക്കയിലേക്കും എത്തുകയാണ്. മോണ കെൻഡാൽ എന്ന പേരുള്ള ഏജന്റിനെ CIA ഏജന്റിനെ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി. എലീസ് ബന്ദിയായിട്ടുള്ള വീഡിയോസ് അടക്കം കാണിച്ച് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഉൾറിക്ക് അയച്ച വീഡിയോ മെസ്സേജും മോന നോക്കിക്കണ്ടു. അതിൽ പറഞ്ഞിരുന്നത് കസാക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ അധികാരം ഉൾറിക്കക്ക് കൈമാറണം എന്ന തരത്തിലായിരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉൾറിക്ക വ്യക്തമാക്കിയിരുന്നു. എലീസിനെ രക്ഷപ്പെടുത്താൻ പട്ടാളത്തെയും മറ്റും അമേരിക്ക അയച്ചാൽ താൻ എലീസിനെ വകവരുത്തും എന്നായിരുന്നു അത്. വൈകാതെ ബോബി എന്ന CIA സ്റ്റാഫ് ഉൾറിക്കയുടെ പ്രൊഫൈൽ വിശദീകരിച്ചു. ഉൾറിക്ക കസാക്കിസ്ഥാൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു യുദ്ധത്തലവനാണ്. അവളുടെ വലങ്കയ്യായി ഗ്രിഗോറി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്. ഉൾറിക്കയുടെ വലിയ സൈന്യത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡാണ് ഗ്രിഗോറി. പണ്ട് മുതലേ കസാക്ക് ഗവൺമെന്റിനെതിരെ ഉൾറിക്കയും സംഘവും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രിഗറി ഒഴിച്ച് മറ്റുള്ള ആണുങ്ങളോടൊന്നും ഉൾറിക്കക്ക് തീരെ താല്പര്യമില്ല. വല്ലാത്തൊരു വെറുപ്പാണ് അവർക്ക് ആണുങ്ങളോടുള്ളത്. മോനയും ബോബയും ഡിസ്കസ് ചെയ്തു. എലീസിനെ രക്ഷപ്പെടുത്താൻ ഒരു സംഘത്തെ അയച്ചേ പറ്റൂ. പക്ഷേ അത് ആണുങ്ങളുടെ സംഘമാവുന്നതിനേക്കാൾ നല്ലത് സ്ത്രീകളുടെ സംഘമാവുന്നതാകും. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് അതിനുവേണ്ടി ഒരു ടീം ഫോം ചെയ്യാൻ അവർ തീരുമാനിച്ചു. പിന്നാലെ ആ ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന മികച്ചൊരു ടീമിന്റെ ലിസ്റ്റ് മോന പൂർത്തിയാക്കി. മോന തിരഞ്ഞെടുത്തത് ജയിലിൽ കഴിയുന്ന കുറച്ച് സ്ത്രീകളെയായിരുന്നു. വൈകാതെ താൻ തിരഞ്ഞെടുത്ത 4 തടവ് പുള്ളികളെയും മോന പ്രത്യേകം തയ്യാറാക്കി ഒരിടത്തേക്ക് കൊണ്ടുവന്നു. പിന്നാലെ ഓരോരുത്തരെയും ആ 4 പേർക്കും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യമായി മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മേലിനെയായിരുന്നു, ഒരു മാസ്റ്റർ ബോംബ് മേക്കർ. അടുത്തത് കാറ്റ് മോർഗൻ, US നേവിയിലെ തന്നെ മുൻകാല സ്നൈപ്പറായിരുന്നു അവൾ. അടുത്തത് കസാൻഡ്ര ക്ലേ, സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡർ ആയിരുന്നു അവർ. ഏറ്റവും ഒടുവിലായി റാവൻ ഒരു മുൻകാല ഹിറ്റ്മാൻ ആയിരുന്നു. മോന പിന്നാലെ അവരെ അവിടെ ഒരുമിച്ച് കൊണ്ടുവന്ന കാര്യം അറിയിച്ചു. മിഷന്റെ കാര്യവും വിശദീകരിച്ചു. ആർമിയുടെ ഭാഗത്തു നിന്നും മറ്റും അവർക്കൊരു ബാക്കപ്പും സഹായവും ഉണ്ടാവില്ലെന്നും അവർ ഒറ്റയ്ക്ക് മിഷൻ പൂർത്തിയാക്കണം എന്നും മോന ആവശ്യപ്പെട്ടു. വേണ്ട സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ അവർക്ക് ചെയ്തു നൽകും. ഈ മിഷൻ സക്സസ്ഫുൾ ആയി അവർ പൂർത്തീകരിച്ചാൽ നീണ്ട ശിക്ഷാ കാലാവധിയുള്ള അവർക്ക് പൊതുമാപ്പ് നൽകി അവരെ വിട്ടയക്കും. ക്ലേയായിരുന്നു മോന ടീമിന്റെ ലീഡറായി നിയമിച്ചത്. ക്ലേ തന്നെ ചോദിച്ചു, എപ്പോഴാണ് മിഷന് ഞങ്ങൾ പുറപ്പെടേണ്ടത്? പക്ഷേ ആ സമയത്താണ് അവിടുത്തെ ഒരു വിൻഡോ മോന തുറന്ന് കാണിക്കുന്നത്. അവരുണ്ടായിരുന്നത് തന്നെ കസാക്കിസ്ഥാനിൽ എത്തിച്ചേർന്ന ഒരു വിമാനത്തിലായിരുന്നു. കഥ തുടരുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾ നമ്മുടെ ചാനലിൽ വരാത്തതെന്താണ് എന്ന് പല കൂട്ടുകാരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങളാണ് അതിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്കായി മറ്റൊരു പുതിയ ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമാ കഥ എന്ന ആ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. പൈങ്കിളിയും മച്ചാന്റെ മാലാകയും അടക്കമുള്ള ചിത്രങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇന്ത്യൻ ചലച്ചിത്രങ്ങൾ അതിൽ വരുന്നതായിരിക്കും. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർ ആ ചാനലും സപ്പോർട്ട് ചെയ്യുമല്ലോ. നമുക്ക് കഥ തുടരാം. അവിടെ എത്തിയതും അവർക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ ആവശ്യമുള്ള യൂണിഫോമും ആയുധങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു. മിഷനായി അവർ പുറപ്പെടുന്നതിന് മുമ്പ് അവരങ്ങനെ രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ അവരുടെ ശരീരത്തിലേക്ക് GPS ട്രാക്കറും ഇഞ്ചക്ട് ചെയ്തു. അവിടുത്തെ ലോക്കൽ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ച് ലോക്കൽ ഡ്രൈവറുടെ സഹായത്തോടെയായിരുന്നു അവർ മുമ്പിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. പക്ഷേ അവരുടെ വാഹനം ഒരു ഘട്ടത്തിൽ ഉൾറിക്കയുടെ റിബൽ ഗ്യാങ് തടയുകയാണ്. വാഹനം പരിശോധിക്കണം എന്ന് ഗ്യാങ്ങിലെ ഒരാൾ ആവശ്യപ്പെട്ടു. പിന്നിലേക്ക് ചെന്ന് വാഹനം പരിശോധിച്ചപ്പോൾ അതിനകത്തുള്ളത് മുഴുവൻ സ്ത്രീകളാണ്. അതോടെ അവരിൽ ഒരാളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നായി പരിശോധിച്ച വ്യക്തി ക്ലേയായിരുന്നു അയാൾ തിരഞ്ഞെടുത്തത്. ക്ലേ ചുമ്മാതിരിക്കുമോ? തോക്കെടുത്ത് ഉടനടി അയാളെ വെടിവെച്ച് വീഴ്ത്തി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറുകയാണ്.
4 സ്കിൽഡ് ലേഡീസും ഒന്നിച്ച് റിബൽസിനെതിരെ പൊരുതുക തന്നെ ചെയ്തു. ഏറ്റവും ഒടുവിൽ അവരെ മുഴുവൻ അവർ ഷൂട്ടൌട്ടിലൂടെ വകവരുത്തി. റിബലുകളുടെ കൂട്ടത്തിലൊരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. സ്നൈപ്പറായ ക്യാറ്റ് ഒട്ടും മടിച്ചില്ല. ദൂരെ നിന്നും അവനെയും വെടിവെച്ചു കൊന്നു. പിന്നാലെ ക്ലേ മോനെ വിളിച്ചു. നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. തങ്ങളുടെ ഡ്രൈവർ കൊല്ലപ്പെട്ടെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചു. മോൻ അവരോട് പറഞ്ഞത് എന്ത് വില കൊടുത്തും എലീസ് റെസ്ക്യൂ മിഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നായിരുന്നു. അവരുടെ വാഹനമടക്കം കേടായതുകൊണ്ട് കാൽനടയായി ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഒഴിഞ്ഞ ഏറെ ക്വയറ്റായ ഒരു വില്ലേജിലേക്ക് അവർ എത്തുകയാണ്. അവിടെ വെച്ച് ലെക്സി എന്നൊരു പെൺകുട്ടി അവരുടെ സഹായത്തിനെത്തി. ലേഡീസിന്റെ സംഘത്തിന് പോവേണ്ടിയിരുന്നത് സിറ്റഡലിലേക്കാണ്, ഉൾറിക്കയുടെ സംഘത്തിന്റെ ബേസിലേക്ക്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരേ ഒരു വഴി അവർ കായതും കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് ഹൈജാക്ക് ചെയ്യലാണ് എന്ന് ലെക്സി അവരോടായി പറഞ്ഞു. അവരെ സഹായിക്കാൻ ലെക്സി ഒരുക്കമായിരുന്നു. പകരം പണമൊന്നും വേണ്ട, അവർ പോകുമ്പോൾ തന്നെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് ലെക്സി അവരോട് ആവശ്യപ്പെട്ടു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് സിറ്റഡലിലേക്ക് പുറമേ നിന്നും ആയുധവുമായി പോകുന്ന ഒരു ട്രക്ക് അതുവഴി വന്നു. ഇതേ സമയം ക്ലേയും മറ്റുള്ളവരും കൃത്യമായി ഇടത്ത് നിലയുറപ്പിച്ചിരുന്നു. ക്ലേ വിദഗ്ധമായി ആയുധം കൊണ്ടുപോകുന്ന ട്രക്കിന്റെ ഒരു ടയർ വെടിവെച്ച് പൊട്ടിച്ചു. പിന്നാലെ ഓടിവന്ന് ആ ട്രക്കിന്റെ പുറകിൽ പിടിച്ചു. ഇതേ സമയം മേലിനാകട്ടെ പുകയിട്ട് റോഡ് മറിച്ച് ട്രക്ക് നിർത്തേണ്ടുന്ന അവസ്ഥയുണ്ടാക്കി. അധികം വൈകിയില്ല. ട്രക്കിൽ സഞ്ചരിച്ചവരെ 4 ലേഡികളും ചേർന്ന് കീഴ്പ്പെടുത്തി. ആ ട്രക്കിനകത്തെന്താണ് എന്നവർ പരിശോധിച്ചു. അതിനകത്തുണ്ടായത് ഉൾറിക്ക ഗ്രൂപ്പിന് കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന 2 മിസൈലുകളായിരുന്നു. ആ സമയം ക്ലേ തന്റെ ഐഡിയ പറഞ്ഞു. അണ്ടർ കവറിൽ നേരെ സിറ്റഡലിലേക്ക് പോകാം, ഈ മിസൈൽ വിൽക്കാൻ വന്നവരെ പോലെ. അങ്ങനെ ആ ട്രക്കുമായി അവർ സഞ്ചരിച്ച് സിറ്റഡലിലേക്ക് എത്തുകയാണ്. സിറ്റഡൽ മുമ്പൊരു റഷ്യൻ പ്രസൺ ആയിരുന്നു. ഉൾറിക്കയും സംഘവും അത് പിടിച്ചെടുത്തതാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിയവർ ഉൾറിക്കയെ കണ്ടു. ക്ലേ തന്നെ ഉൾറിക്കയുമായി കച്ചവട കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ ഉൾറിക്കക്ക് താൻ ഒരു ബോണസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മേലിനെ ഉൾറിക്കകളെ കൈമാറി. വലിയൊരു ചൈനീസ് രാഷ്ട്രീയക്കാരന്റെ മകളാണ് ഇവളെന്നും ഇവളെ വെച്ച് നിങ്ങൾക്ക് വിലപേശാൻ സാധിക്കും എന്നും പറഞ്ഞായിരുന്നു മേലിനെ ക്ലേ കൈമാറ്റം ചെയ്തത്. ക്ലേയുടെ ആ പ്രവൃത്തികളൊക്കെ ഉൾറിക്കയെ സന്തോഷിപ്പിച്ചിരുന്നു. മാത്രമല്ല തന്റെ ബിസിനസ് പാർട്ട്ണറും തന്നെ പോലൊരു ലേഡിയാണ് എന്ന് കണ്ടതും ഉൾറിക്കക്ക് കൂടുതൽ സന്തോഷം തോന്നി. പിന്നാലെ അവരെ ഉൾറിക്ക നേരെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങോട്ടേക്ക് അവർക്ക് വഴി കാണിച്ചതിന് ലെക്സിക്ക് ഒരു കൈമടക്കും കൊടുത്തു. സിറ്റഡലിന്റെ അകത്തേക്ക് കടക്കും തോറും കോഡുകൾ കൊണ്ട് തുറക്കുന്ന പല ഡോറുകളും ഉണ്ടായിരുന്നു. പക്ഷേ ലേഡികൾ ഇതൊക്കെ ശ്രദ്ധിച്ച് അകത്തേക്ക് കടന്നു. ഒടുവിൽ ക്ലേയും ഉൾറിക്കയും ഒരു ലോഞ്ചിലെത്തി. ക്ലേക്ക് ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്ത് ഉൾറിക്ക അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം ക്യാറ്റാകട്ടെ ആ ബേസ് ചുറ്റിക്കറങ്ങി എലീസിനെ നോക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു റൂം വലിയ തോതിൽ ഗാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതും ഒരു ഗാർഡ് നിരീക്ഷണത്തിലുള്ളതും ക്യാറ്റ് നോക്കിക്കണ്ടു. ക്യാറ്റ് അകത്തേക്ക് ചെന്ന് ആ ഗാർഡിനെ വശീകരിച്ചു. അയാൾക്ക് മദ്യം നൽകി. ഇതേ സമയം ലോഞ്ചിലായിരുന്ന ക്ലേക്കാകട്ടെ ഉൾറിക്കയെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടി. ഒട്ടും മടിക്കാതെ ഉൾറിക്കയെ ക്ലേ ആക്രമിച്ച് വീഴ്ത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് പ്രതികരിക്കാൻ ഉൾറിക്കക്ക് സാധിച്ചിരുന്നുമില്ല. ഉൾറിക്ക ബോധരഹിതയായി താഴെ വീണു. മറുവശത്തെ റാവനാകട്ടെ ബേസിന്റെ താഴ്ഭാഗത്ത് ഒരു വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതായിരുന്നു അവൾക്ക് കൊടുത്ത ടാസ്ക്. കാർഡ് കളിച്ചുകൊണ്ടിരുന്ന 2 റിബൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അടുത്തേക്കായിരുന്നു റാവൻ കടന്നു ചെന്നത്. ആ സമയം അങ്ങോട്ടേക്ക് ഗ്രിഗോറി വരികയും ചെയ്തു. റാവനെ അങ്ങനെ കണ്ട് ഗ്രിഗോറിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. തന്റെ കാര്യം വെളിപ്പെടും എന്ന് കണ്ട ഘട്ടത്തിൽ റാവൻ ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കെടുത്ത് പൊടുന്നനെ അവിടെ ഉണ്ടായിരുന്ന 2 റിബൽ മെമ്പേഴ്സിനെയും വെടിവെച്ചു കൊന്ന് ഗ്രിഗോറിക്ക് മേൽ ചാടി വീണു. താൻ വിചാരിച്ച പോലെ റാവൻ നിസ്സാരക്കാരിയല്ല എന്ന് കണ്ടതും കൊല്ലപ്പെടാനായി കിടന്ന ഗ്രിഗോറി കളി മാറ്റി. റാവന്റെ അടുക്കൽ തങ്ങളുടെ കൂടെ കൂടാനും സുഖസൗകര്യത്തോടെ വലിയ പദവിയിൽ ജീവിക്കാമെന്നും മറ്റും ഗ്രിഗോറി അവളോട് പറഞ്ഞു. ഇതേ സമയം ബേസിൽ എലീസിനെ മോചിപ്പിക്കാൻ ക്യാറ്റിന് സാധിച്ചിരുന്നു. എലീസും ക്യാറ്റും മേലിനും കൂടി റാവനെ മീറ്റ് ചെയ്യാൻ പുറപ്പെട്ടു. അവിടെ ആയിരുന്നല്ലോ വാഹനമുള്ളത്. റാവൻ അടുത്തെത്തിയതും റാവൻ പറഞ്ഞു, ഞാനൊരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട്, വേഗം വാ. അങ്ങനെ അവരേവരും റാവനെയും പിന്തള്ളി മുമ്പിലേക്ക് കുതിച്ചു. ഈ സമയം പിന്നിൽ നിന്നും റാവൻ മേലിനെ ആക്രമിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് നേരെ അവൾ തോക്ക് ചൂണ്ടുകയും ചെയ്തു. സംഭവം എന്തെന്നാൽ റാവൻ അവരെ ചതിക്കാൻ തീരുമാനിച്ചിരുന്നു. ഗ്രിഗറിക്കൊപ്പം അവൾ റിബൽ ഗ്രൂപ്പിന്റെ ഒപ്പം ചേർന്നു. റിബൽ ഗ്രൂപ്പ് വന്ന് അവരെ വളഞ്ഞിരുന്നു. തന്റെ ഷർട്ടിൽ ബട്ടന്റെ രൂപത്തിലുണ്ടായിരുന്ന ബോംബെടുത്ത് മേലിൻ റാവന്റെ ഭാഗത്തേക്ക് ഇട്ടു. സ്ഫോടനം സംഭവിച്ചു. റാവൻ കൊല്ലപ്പെട്ടില്ല. പിന്നെ അവിടെ നടന്നത് ഒരു ഷൂട്ടൌട്ടായിരുന്നു. ക്ലേയും അങ്ങോട്ടേക്കെത്തി ഫൈറ്റിൽ പങ്കുചേർന്നിരുന്നു.
ഒരു തരത്തിൽ എലീസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി റൂഫ് ടോപ്പിലേക്ക് എത്തിക്കാൻ ക്ലേക്ക് കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നും എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അവർക്ക് അറിവുണ്ടായിരുന്നില്ല. ആകെയുള്ള ഒരേ ഒരു വഴി മുമ്പിലേക്ക് എടുത്തു ചാടി മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ട്രക്കിന്റെ മുകളിൽ വീഴലാണ്. ക്ലേ എടുത്തു ചാടി. എലീസ് എടുത്തു ചാടുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് എത്തിയ ഉൾറിക്ക ക്ലേയെ വെടിവെച്ചിരുന്നു. അതോടെ നേരെ ട്രക്കിന്റെ പുറത്തേക്ക് വന്നു വീണയവൾ അനങ്ങാൻ പറ്റാതെ അവിടെ കിടന്നു. ഉൾറിക്ക വന്ന് എലീസിനെ പിടിച്ചുകൊണ്ടുപോയി. ക്ലേ കൊല്ലപ്പെട്ടു എന്നുൾറിക്ക കരുതിയിരുന്നു. പക്ഷേ ക്ലേ മരണപ്പെട്ടിരുന്നില്ല. ട്രക്ക് അവിടെ നിന്ന് സഞ്ചരിച്ച് കാടിന് നടുവിലെത്തിയിരുന്നു. ആ സമയം എഴുന്നേറ്റിരുന്ന ക്ലേ അതിൽ നിന്ന് പുറത്തേക്ക് ചാടി. അവിടുത്തെ കാട്ടുചെടികൾക്ക് പിന്നിൽ ക്ലേ മറിഞ്ഞിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉൾറിക്കയുടെ ഗ്യാങ്ങിലെ 2 പേർ വന്ന് ഒരു ബാഗ് ഇട്ടിട്ട് പോകുന്നത് അവൾ കണ്ടത്. അവൾ ചെന്ന് ആ ബാഗ് തുറന്നു നോക്കി. അതിലുണ്ടായിരുന്നത് അവരെ സഹായിക്കാൻ ശ്രമിച്ച വില്ലേജ് ഗേൾ ലെക്സിയുടെ മൃതദേഹമായിരുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടി അങ്ങനെ കൊല്ലപ്പെട്ടത് കണ്ടതും അവളിൽ പ്രതികാര ബുദ്ധി ഉണർന്നു. തങ്ങളോട് ഇങ്ങനെ ചെയ്തവരെ വകവരുത്തണം എന്നവൾ മനസ്സിലുറപ്പിച്ചു. സിറ്റഡലിലേക്ക് തിരികെ എത്തിയ ക്ലേ പുറംഭാഗത്തു നിന്ന് ഗാർഡുകളെ ഓരോരുത്തരെയായി വകവരുത്താൻ ആരംഭിച്ചു. ഇതേ സമയം അവിടുത്തെ ഒരു റൂമിൽ കാറ്റിനെയും മെയിലിനെയും ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഉൾറിക്ക അവരെ കണക്കിന് മർദ്ദിച്ചു. ഒടുവിൽ അവരെ കൈകാര്യം ചെയ്യാൻ ഗ്രിഗറിയോട് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഗ്രിഗറി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറത്തൊരു സ്ഫോടന ശബ്ദം കേട്ടത്. അതോടെ തന്റെ കയ്യാളിന്റെ അടുക്കൽ അവരെ നോക്കിക്കോളാൻ പറഞ്ഞ് ഗ്രിഗറി പുറത്തേക്ക് പോയി. മറുവശത്ത് ക്ലേ തനിക്കെതിരെ വരുന്ന ഗാർഡുകൾ മുഴുവൻ വകവരുത്തുകയായിരുന്നു. ഒടുവിൽ ഒരു ട്രക്ക് പിടിച്ചെടുക്കാനും അവൾക്ക് കഴിഞ്ഞു. ട്രക്ക് ഡ്രൈവർ വെച്ച് മുമ്പോട്ട് പായിച്ച് ട്രക്കിന്റെ ബാക്കിൽ തൂങ്ങി അവൾ സുരക്ഷിതമായി സിറ്റഡലിന്റെ അകത്തേക്ക് എത്തി. ഇതേ സമയം ഗ്രിഗറിയുടെ കയ്യാൾ കാറ്റിനെയും മെയിലിനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കാറ്റ് ചുമ്മാതിരുന്നില്ല. തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആക്രമിച്ച് ഗ്രിഗറിയുടെ ആ കയ്യാളിനെ വകവരുത്തി. പിന്നാലെ അവരവിടെ നിന്ന് മോചിതരാവുകയും ചെയ്തു. തിരിച്ചെത്തിയ ഗ്രിഗറി കണ്ടത് തന്റെ ബന്ധുക്കൾ രക്ഷപ്പെട്ടു പോയതായിരുന്നു. ഒട്ടും വൈകാതെ ഗ്രിഗറി അക്കാര്യം ഉൾറിക്കക്ക് റിപ്പോർട്ട് ചെയ്തു. ഈ സമയം ബേസിന്റെ മറ്റൊരു ഭാഗത്തും സ്ഫോടനം സംഭവിച്ചിരുന്നു. ഉൾറിക്ക റാവനോട് അവരെയൊക്കെ കീഴ്പ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ഗ്രിഗറിയും ഒപ്പം പുറപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ കാറ്റ് ഗ്രിഗറിയെ ആക്രമിക്കുകയും കെട്ടിത്തൂക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് റാവൻ എലീസിന്റെ കയ്യിൽ പെട്ടിരുന്നു. റാവൻ എലീസിനെ ബന്ദിയാക്കി. പിന്നാലെ റാവൻ ഉൾറിക്കയ്ക്കും എലീസിനുമൊപ്പം അവിടുത്തെ ഒരു ടണൽ വഴി രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. ആ ടണൽ പോകുന്നത് പുറത്തുള്ള ഒരു ചർച്ചിലേക്കായിരിക്കും എന്നൊരു വിവരം മേലിനിന് അറിയാമായിരുന്നു. പുറത്തെ വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോകാം എന്ന് മേലിൻ ക്ലേയോട് പറഞ്ഞു. ഉൾറിക്കയും റാവനും എലീസും കൂടി ചർച്ചിന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതിനു മുമ്പേ പുറം വഴി സഞ്ചരിച്ച് ക്ലേ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. തന്റെ ശരീരത്തിൽ ബോംബും കിട്ടിയായിരുന്നു ക്ലേയുടെ വരവ്. എലീസിനെ വിട്ടുതന്നില്ലെങ്കിൽ ബോംബ് പൊട്ടി ഇതോടെ ഇവിടെ വെച്ച് എല്ലാവരും ഇല്ലാതാകും എന്ന് ക്ലേ പറഞ്ഞു. ക്ലേ അത് വാവിട്ട് പറയുന്നതാണ് എന്ന് റാവൻ അറിയാമായിരുന്നു. റാവൻ ഭയന്നതുമില്ല. പക്ഷേ ആ പറച്ചിലിൽ ക്ലേയെപ്പറ്റി കൂടുതൽ അറിയാൻ പാടില്ലാത്ത ഉൾറിക്ക ഭയന്നു. എലീസിനെ ക്ലേക്കായി ഉൾറിക്ക വിട്ടുകൊടുത്തു. ഒട്ടും മടിച്ചില്ല. പുറത്ത് തന്നെ കാത്തുനിന്ന് ജീപ്പിലേക്ക് എലീസുമായി ക്ലേ ഓടിയെത്തി. ജീപ്പ് ഓടിച്ച് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. കാറ്റും മെലീനും കൂടി ആ ജീപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു ചേസിംഗ് ആയിരുന്നു. ഉൾറിക്കയുടെ ആളുകൾ അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. ജീപ്പിൽ നിന്നും എഴുന്നേറ്റ് അവരും റിബൽസിനെതിരെ ഫൈറ്റ് ചെയ്തു. ഒടുവിലൊരു ഘട്ടത്തിൽ റിബൽസിനെ വെടിവെച്ച് കൊല്ലാനും അവരുടെ കാർ തന്നെ സ്ഫോടനത്തിനിരയാക്കാനും കാറ്റിന് കഴിഞ്ഞു. അങ്ങനെ അവരവിടുത്തെ എയർബേസിലെത്തി. അവിടുണ്ടായിരുന്ന ഉൾറിക്ക മോഷ്ടിച്ച US നേവിയുടെ ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടാനായിരുന്നു അവർ തീരുമാനിച്ചത്. ഫ്ലൈറ്റൊക്കെ പറത്താനറിയാവുന്ന മെയിലിൻ വേഗം കോക്പിറ്റിൽ കയറി വിമാനം സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടെടുക്കാൻ ആരംഭിച്ചു. ഇതേ സമയം ഉൾറിക്കയും റാവനും ഒരു ജീപ്പിൽ അവരെ ചേസ് ചെയ്തു വരികയാണ്. ഒരു ഘട്ടത്തിൽ ഉൾറിക്ക വിമാനത്തിനകത്തേക്ക് ചാടിക്കയറി. ഇതേ സമയം റാവൻ വിമാനത്തിന് പിന്നിൽ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് മേലിൻ തിരിച്ചറിഞ്ഞിരുന്നു. റാവന് പണി കൊടുക്കാൻ മേലിൻ വിമാനം ചെറുതായൊന്ന് സൈഡിലേക്ക് ചരിച്ചു. റാവന്റെ നിയന്ത്രണം വിട്ട് അടുത്ത് കിടന്ന വാഹനത്തിലേക്ക് അവൾ ഇടിച്ചു കയറുകയാണ്. ആ ഇടിയിൽ ഒരു സ്ഫോടനം സംഭവിച്ചു. 2 വാഹനവും പൊട്ടിത്തെറിച്ചു. അതോടെ റാവനും കൊല്ലപ്പെട്ടു. ഇതേ സമയം വിമാനത്തിനകത്തേക്ക് കയറിയിരുന്ന ഉൾറിക്കയാകട്ടെ കാറ്റിനും ക്ലേക്കുമെതിരെ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. വെടിയുണ്ടകളിൽ നിന്നും വിദഗ്ധമായവർ ഒഴിഞ്ഞുമാറി. പക്ഷെ ഒരു വെടിയുണ്ട മേലിന്റെ തോളിൽ പതിച്ചു. മറുവശത്ത് കാറ്റും ക്ലേയും ഉൾറിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ കാറ്റ് തെറിച്ച് വിമാനത്തിന്റെ ഡോർ വഴി താഴേക്ക് വീഴാനെന്ന മട്ടിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതേ സമയം ക്ലേ കാര്യങ്ങൾ കയ്യിലേക്കാക്കിയിരുന്നു. ഉൾറിക്കയെ മർദ്ദിച്ച് അവൾ അവശനിലയിലാക്കി. ഒരു തരത്തിൽ മുകളിലേക്ക് കയറി വന്ന കാറ്റ് ഉൾറിക്കയെ ഹാൻഡ് കഫ് അണിയിച്ച് ബന്ദിയാക്കി. കാറ്റ് അവളെ ബന്ധിപ്പിച്ചത് ആയുധങ്ങളടങ്ങിയ ഒരു ചെസ്റ്റിലേക്കായിരുന്നു. പിന്നാലെ അവർ ആ ചെസ്റ്റ് താഴേക്ക് പതിപ്പിച്ചു. ചെസ്റ്റിൽ ബന്ധിപ്പിച്ച ഉൾറിക്കൊപ്പം ചെസ്റ്റ്
താഴേക്ക് പതിച്ചു. താഴെ വീണ് വലിയ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ ഉൾറിക്കയും കൊല്ലപ്പെട്ടു. തകർന്നത് സിറ്റഡൽ കെട്ടിടമായിരുന്നു. അധികം വൈകാതെ അമേരിക്കയിലേക്ക് എലീസുമായി അവർ പറന്നിറങ്ങി. ആ 3 പേരുടെയും ജീവൻ മരണ പോരാട്ടത്തിന്റെ വിജയമായിരുന്നു അത്. തന്നെ രക്ഷിച്ചതിന് എലീസ് അവരോട് നന്ദി പറഞ്ഞു. ഇതിനുവേണ്ടി ഏറ്റവും വലിയ പ്രത്യുപകാരം തന്റെ അച്ഛനെ കൊണ്ട് അവർക്ക് താൻ ചെയ്യിപ്പിക്കും എന്നും എലീസ് അവർക്ക് ഉറപ്പ് കൊടുത്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.